പാലക്കാട് മണ്ഡലത്തിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി വന്നാലും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. വിജയസാധ്യത മാത്രമാകും മാനദണ്ഡം. മണ്ഡലത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ജില്ലയിലെ ഘടകകക്ഷികളുടെ സീറ്റ് വെച്ച് മാറാനുള്ള സാധ്യതയും DCC തള്ളിക്കളയുന്നില്ല. UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് KPCC തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ ന്യൂസ് മലയാളത്തോട്. ഉറപ്പായിട്ട് നല്ല സ്ഥാനാർത്ഥി, ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. പോരെ, ഈ പറയുന്നതൊക്കെ നമ്മൾ സ്ഥാനാർത്ഥി ഞങ്ങളല്ലല്ലോ. അതൊക്കെ കോൺഗ്രസ്സിൽ ഒരു സംവിധാനമുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, KPCC ഉണ്ട്, UDF, AICC ഉണ്ട്. അവർ സർവേ നടത്തി അവരുടെ അന്വേഷണത്തിൽ ജയിക്കാവുന്ന ആരാണ് അവർ നിർത്തും. അത് ഇന്നവളാണെന്നില്ല. നേതാക്കന്മാർ തീരുമാനിക്കുക. ദേശീയ പാർട്ടിയല്ലേ, ആർക്ക് വേണമെങ്കിൽ മത്സരിക്കുക. ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർത്തുക, ജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കടമ. ആര് വന്നാലും സ്വീകരിക്കും. ഇന്ന് പാർട്ടി തീരുമാനിച്ചോ അത് സ്വീകരിക്കും. നമ്മൾ എല്ലാവരും കൂടിയിട്ട് UDFിൽ ഘടകകക്ഷിയാണ് ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമില്ലേ, സ്വാഗതം ചെയ്യും. ഈ പാർട്ടിയിൽ ആരെ വേണമെങ്കിൽ സ്വാഗതം ചെയ്യുന്ന മുന്നണിയാണ് പാർട്ടിയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഈ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ അവിടെ പ്രതിഷേധം ഉയർന്നിരുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന് കാലേ കൂട്ടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ചില കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെ എതിരെ കേസുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ആരെയും സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന്. ഒരുപക്ഷെ വനിതാ സ്ഥാനാർത്ഥികളെ അടക്കം പരിഗണിക്കണമെന്നുള്ള കനകോലുവിൻ്റെ നിർദ്ദേശം അടക്കം നിലനിൽക്കുന്നു എന്ന് വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ വിലയിരുത്തേണ്ടത്? അർഷൻ, തീർച്ചയായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. അതായത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയിട്ടുള്ളത്. അതിനാൽ തന്നെ സ്ത്രീപീഡന കേസുകളിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടുകൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പാലക്കാട്ടെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും കോൺഗ്രസ് കടക്കുന്നത്. അതായത് പാലക്കാട് മണ്ഡലം എന്ത് വില കൊടുത്തും നിലനിർത്തണം എന്ന ഒരു ആവശ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള ആലോചനകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും മുൻപ് തന്നെ, അതായത് അർഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അടക്കമുള്ള ആളുകളെല്ലാം പാലക്കാട് മണ്ഡലത്തിൽ കണ്ണുവച്ചിരുന്നു. എന്നാൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് പാലക്കാട് മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചത്. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് പുറത്തു നിന്നുള്ള ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമെന്ന വിവരം ലഭിക്കുന്നത്. അത് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കാരണം കഴിഞ്ഞ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര MP ആയി മത്സരിച്ച് ജയിച്ചതോടുകൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് പാലക്കാടിന് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയോടുകൂടെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും. എന്നാൽ ആ സമയത്തടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം DCC പ്രസിഡന്റ് A. തങ്കപ്പനും അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MPയും നേതൃത്വത്തെ അറിയിച്ചിരുന്നു. കാരണം പാലക്കാട് മണ്ഡലത്തിലേക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കരുത് എന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അത് പിൻകാലങ്ങളിൽ, അതായത് രാഹുലിൻ്റെ അറസ്റ്റോടുകൂടെ അതൊക്കെ ശരിയാണ് എന്ന വാദം തന്നെ DCC പ്രസിഡന്റ് A. തങ്കപ്പനെയും അതേപോലെ തന്നെ VK ശ്രീകണ്ഠനെയും അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തുനിന്നും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പാലക്കാടേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം ഇപ്പോൾ DCCയും മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും അന്ന് രാഹുൽ മങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് കൊണ്ടുവരുന്നതിനെതിരെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അടക്കമുള്ളവർ കത്തയച്ചിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് മുൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് K. മുരളീധരനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു. അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാണ് നമുക്കും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ വിഷയത്തിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസിനെ പാലക്കാട് രക്ഷിക്കാൻ വേണ്ടി K. മുരളീധരനെ പാലക്കാട് സന്ദീപ് വാര്യരുടെ അടക്കം പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ആ നിലയ്ക്കുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനോടുകൂടിയുള്ള ഒരു പ്രതികരണമായി ഇതിനെ കാണുന്നു.
തീർച്ചയായും. കാരണം നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക്, അതായത് രാഹുൽ ഉണ്ടാക്കിയ വിഷയങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. അത് പ്രധാനമായും പാലക്കാട് MP VK ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും KPCC ജനറൽ സെക്രട്ടറിയുമായ KA തുളസിയെ ഇവിടെ മത്സരിപ്പിക്കാൻ, പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളാണ്. എന്നാൽ മറുഭാഗത്ത് രമ്യ ഹരിദാസിനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പോലും രണ്ടുപേരും സംവരണ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന ആവശ്യമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ K മുരളീധരനെ പാലക്കാട് എത്തിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP രണ്ടാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലമാണ്. അതിനാൽ തന്നെ അതീവ ജാഗ്രതയോടുകൂടെയുള്ള ഒരു നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കാരണം സച്ചിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. പുറത്തുനിന്നുള്ള ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഉണ്ടാവും എന്ന് പറയുന്നു. വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ തങ്കപ്പനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നത്.